പൊസിഷൻ, ഗ്രൂപ്പിംഗ് ആൻഡ് ലോക്കിംഗ് ഓപ്ഷൻസിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അതിനായി ഞാൻ ആദ്യം ഒരു ഇമേജ് സെലക്ട് ചെയ്യുകയാണ്. ലെഫ്റ്റ് സൈഡിൽ എലമെൻസിൽ ക്ലിക്ക് ചെയ്ത് മെൻ എന്ന് സെർച്ച് ചെയ്യുകയാണ്. ഒരു ഇമേജ് ഞാൻ ഇതിനായി സെലക്ട് ചെയ്തു. പൊസിഷൻ ഓപ്ഷൻ വ്യക്തമായി മനസ്സിലാകുന്നതിന് വേണ്ടി ഞാൻ ഈ ഇമേജിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആക്കുകയാണ്. അതിന് ഇമേജ് സെലക്ട് ചെയ്ത് എഡിറ്റ് ഇമേജ് ഓപ്ഷനിൽ ബാക്ക്ഗ്രൗണ്ട് റിമൂവർ എന്ന ഓപ്ഷൻ നൽകുക. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആകുന്നതാണ്. ഇനി ഞാനൊരു ടെക്സ്റ്റ് ആഡ് ചെയ്യുകയാണ്. അതിനായി ടെക്സ്റ്റ് ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് ഹെഡിങ് സെലക്ട് ചെയ്യുകയാണ്. അതിൽ ആവശ്യമായ കാര്യങ്ങൾ ടൈപ്പ് ചെയ്തു. ഇനി ഞാൻ ഇതിൻ്റെ ഫോണ്ട് സൈസ് കൂട്ടുകയാണ്. ഡ്രാഗ് ചെയ്തും ഫോണ്ട് സൈസ് കൂട്ടാവുന്നതാണ്. അത് ആ ഇമേജിന് മുകളിലായി പ്ലേസ് ചെയ്യുകയാണ്. പൊസിഷൻ ടൂൾ എങ്ങനെ യൂസ് ചെയ്യാം എന്ന് നോക്കാം. അതിനായി വലതുവശത്തുള്ള പൊസിഷൻ എന്ന ബാറിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ അറേഞ്ചിൽ ബാക്ക്വേർഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തപ്പോഴാണ് ഇമേജിന് പിറകിലായി ടെക്സ്റ്റ് വന്നത്. ഇനി പൊസിഷനിൽ തന്നെ അറേഞ്ചിൽ ഫോർവേഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇമേജിന് മുകളിലായി ടെക്സ്റ്റ് വരുന്നത് കാണാം. ഇത്തരത്തിൽ വളരെ എളുപ്പത്തിൽ പൊസിഷൻ ഓപ്ഷൻ ഉപയോഗിക്കാവുന്നതാണ്. ഇനി മൾട്ടിപ്പിൾ ഇമേജ് വരുമ്പോൾ എങ്ങനെയാണ് പൊസിഷൻ ഓപ്ഷൻ ഉപയോഗിക്കാമെന്ന് നോക്കാം. അതിനായി എലമെൻസിൽ ഞാൻ മറ്റൊരു ഇമേജ് സെർച്ച് ചെയ്യുകയാണ്. ഞാൻ യെല്ലോ ബാക്ക്ഗ്രൗണ്ട് എന്ന് ടൈപ്പ് ചെയ്ത് ഒരു ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യുകയാണ്. ഇപ്പോൾ ടെക്സ്റ്റിനും ഇമേജിനും മുകളിലായി ഒരു ഇമേജ് കൂടി വന്നു. ഇനി ഞാൻ ഇമേജ് ക്ലിക്ക് ചെയ്യുകയാണ്. ഇമേജ് സെലക്ട് ചെയ്ത് സൈസ് അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. ഇനി ഈ ഇമേജ് ഞാൻ പൊസിഷൻ ടൂൾ ഉപയോഗിച്ച് യെല്ലോ ബാക്ക്ഗ്രൗണ്ട് ആദ്യമുള്ള ഇമേജിനും ടെക്സ്റ്റിനും പിറകിലായി കൊണ്ടുവരുന്നതിന് ഞാൻ വീണ്ടും പൊസിഷൻ ടൂൾ യൂസ് ചെയ്യുകയാണ്. അതിനുശേഷം ബാക്ക്വേർഡ് അമർത്തുമ്പോൾ ഇമേജിന് പിറകിലായി യെല്ലോ ടൂൾ വന്നു. ഒന്നുകൂടി ബാക്ക്വേർഡ് അമർത്തുമ്പോൾ ടെക്സ്റ്റിന് പിറകിലായി യെല്ലോ ബാക്ക്ഗ്രൗണ്ട് വന്നതായി കാണാം. ഇങ്ങനെയാണ് പൊസിഷൻ ടൂൾ ഉപയോഗിക്കുന്നത്. ഞാനിവിടെ ടെക്സ്റ്റിൻ്റെ കളർ കൂടി ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ടൂളാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്, ലോക്ക് ഓപ്ഷൻ. എഡിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പ്രധാനമായും നേരിടുന്ന ഒരു പ്രശ്നമാണ് ടെക്സ്റ്റോ ഇമേജോ നമ്മൾ മൂവ് ചെയ്യുമ്പോൾ എല്ലാം ഒരുമിച്ച് മൂവായി പോകും. ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റുന്നതാണ്, ടെക്സ്റ്റ് ഇമേജ് നീക്കാൻ ശ്രമിക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഇമേജും മൂവായി പോകുന്നു. അപ്പോൾ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഇമേജ് മൂവ് ആവാതിരിക്കാൻ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ക്ലിക്ക് ചെയ്ത് ലോക്ക് ഓപ്ഷൻ ഉപയോഗിക്കാവുന്നതാണ്. ഇങ്ങനെ ഏത് ടെക്സ്റ്റും ഇമേജും നമുക്ക് ലോക്ക് ആക്കാവുന്നതാണ്. ഇപ്പോൾ ഫ്രീ ആയി മൂവ് ചെയ്യാൻ പറ്റുന്നത് ഫ്രണ്ടിലുള്ള ഇമേജും ടെക്സ്റ്റുമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ഓപ്ഷൻ കൂടി പരിചയപ്പെടുത്താം, ഗ്രൂപ്പ് ഓപ്ഷൻ. അതിനായി ഞാൻ ഗ്രൂപ്പ് ചെയ്യേണ്ട ടെക്സ്റ്റും ഇമേജും ഒരുമിച്ച് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം മുകളിൽ തന്നെ ഗ്രൂപ്പ് എന്നുള്ള ഓപ്ഷൻ തെളിയുന്നതാണ്. ആ ഗ്രൂപ്പ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു. ഇനി ഒരുമിച്ച് എനിക്ക് ടെക്സ്റ്റും ഇമേജും മൂവ് ആക്കാൻ പറ്റുന്നതാണ്. ഇതുപോലെ തന്നെ നമുക്ക് അൺഗ്രൂപ്പും ചെയ്യാവുന്നതാണ്. ഇനി ഞാൻ മൊത്തത്തിൽ പേജ് ലോക്ക് ചെയ്യാൻ പോവുകയാണ്. അതിനായി മൊത്തം ഇമേജും ടെക്സ്റ്റും സെലക്ട് ചെയ്ത് ലോക്ക് ചെയ്തു. എങ്ങനെ ലോക്ക് ചെയ്യാം, ഗ്രൂപ്പ് ചെയ്യാം, അതുപോലെ തന്നെ പൊസിഷൻ ടൂൾ യൂസ് ചെയ്യാം എന്നാണ് ഇന്ന് പഠിച്ചത്. Thank you for listening and see you in the next video.